ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ബീച്ചിലേക്കാണ് കേട്ടോ. ഇമ്മക്കുട്ടി കുറേ ദിവസമുണ്ട് ബീച്ചിൽ പോകണം പറഞ്ഞിട്ട് വാശി പിടിക്കണം. അപ്പോൾ അവനൊന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബീച്ചിലൊക്കെ ഒന്ന് പോകാൻ വിചാരിച്ചിട്ടോ. പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇമ്മക്കുട്ടിനായിട്ട് നമ്മളൊന്ന് ബീച്ചിലൊക്കെ ഒന്ന് പോയി കറങ്ങി പിടിച്ചതിന് ശേഷം നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്ത് പോയത്. അപ്പോൾ നമ്മൾ പോയപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ പോയത് ഒരു 10-11 മണിയൊക്കെ ആയിരിക്കുന്നു ആ സമയത്താണ് കേട്ടോ. പക്ഷെ നല്ല വെയിലായിരുന്നു ബീച്ചിൻ്റെ സ്ഥലത്തൊക്കെ. അപ്പോൾ നമ്മൾ പോണ വഴിയിൽ കുറച്ച് ഉപ്പിലിട്ട കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിലിട്ട കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടോ. മാങ്ങ, നെല്ലിക്ക, അരിനെല്ലിക്ക അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഉപ്പിലിട്ടത് വാങ്ങിച്ചിട്ടു നോമ്പുറന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മൂസിനും എന്താണ് പറയുക, ഒരു മാങ്ങ വാങ്ങി കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ചുറ്റിക്കറങ്ങി ഇനി നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോയിട്ട്, നല്ല വെയിലായതുകൊണ്ട് വീട്ടിലേക്ക് പോയിട്ടാണ്. അപ്പോൾ നമ്മൾ പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുതിന പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പുതിന നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പുതിനയാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഫ്രഷ് പുതിന കിട്ടുമല്ലോ. നമ്മൾ പുതിന, മല്ലിച്ചപ്പ്, വേപ്പില അങ്ങനത്തൊക്കെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുക. മല്ലിച്ചപ്പ് കഴിഞ്ഞിരിക്കണം കേട്ടോ. നമ്മളെ വീട്ടിൽ കുഞ്ഞ ഒരു വേപ്പിൻ്റെ തൈ ഉണ്ട് കേട്ടോ. നമ്മൾ ഇലക്കെ പൊട്ടിച്ചിട്ട് ഒരു ഇതായിരിക്കണം. ഉമ്മ എപ്പോഴും കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കാൻ പറയുക. പക്ഷേ ഞാൻ ഇതിൽ നിന്ന് ഒരു 2 ഇല ഉള്ളി കേട്ടോ. പിന്നെ ഇതാ അപ്പുറത്ത് പച്ചമുളകിൻ്റെ തൈയും അങ്ങനെ കുറേ നമ്മൾ വീട്ടിൽ തന്നെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കും കേട്ടോ. ഉമ്മക്ക് വയ്യാണ്ടതിൻ്റെ ശേഷം നമ്മൾ 2 ദിവസമായിട്ടോ ശരിക്ക് വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഞങ്ങളിന്ന് പപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ പപ്സിന് നമ്മൾ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കണമല്ലോ, അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സബോളയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തു. എന്നിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. മുട്ട നമ്മൾ ആദ്യം തന്നെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിട്ട് ഇനി പപ്സിൻ്റെ മറ്റേ സംഭവം ഉണ്ടാക്കില്ലേ, അതിൻ്റെ മേലത്തെ സാധനം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പോളം മൈദ എടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് ഓയിലും ഉപ്പും വെള്ളമൊക്കെ ഇട്ടെടുത്ത് അതിന് നന്നായി കുഴച്ചെടുത്തു കേട്ടോ. ഇത് നമ്മൾ ശരിക്കും പൊറാട്ടക്ക് കുഴക്കണ പോലെ തന്നെ ഉണ്ടോ നമ്മൾ കുഴച്ചെടുത്തത്. പക്ഷേ അത്രയും നല്ല ക്രിസ്പി ആയിട്ടൊന്നും കിട്ടിയില്ല. നല്ല ഏകദേശം ഒരു പപ്സിൻ്റെ ഇതൊക്കെ പോലെ ആയിട്ട് ഞങ്ങൾക്ക് നല്ല ടേസ്റ്റ് പോലെ തോന്നിയിട്ടാണ്. നല്ല ഇഷ്ടമൊക്കെ ആയി, എല്ലാവരും കഴിച്ചു. നല്ല സൂപ്പർ ടേസ്റ്റാന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എന്തുണ്ടാവില്ലേ, പൊടി പൊടി പോലെയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കില്ലേ, അങ്ങനെയൊന്നും കിട്ടിയില്ലെങ്കിലും എന്നാലും നല്ല ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ അതൊക്കെ എടുത്തൊന്ന് കുഴച്ചു കേട്ടോ. ഇത് റൗണ്ടിന് തന്നെ പരത്തിയിട്ടോ ഫസ്റ്റ്. എന്നിട്ട് പിന്നെ അതിനെ മടക്കി പിന്നെ അങ്ങനെയാണ് കേട്ടോ ഈ ഷേപ്പിലൊക്കെ കിട്ടിയത്. എന്നിട്ട് പിന്നെ അതിനെ ഒന്നും കൂടി ഒന്ന് വലുതാക്കി എടുത്തതിൻ്റെ ശേഷം നമ്മൾക്ക് അതിൽ ഫില്ലിങ് നിറച്ചു കൊടുത്തുട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ടയില്ല, അതിനെ നമ്മൾ പകുതിയാക്കി വെച്ചിട്ടുണ്ടായിട്ട്. അപ്പോൾ ആദ്യം ഫില്ലിങ് നിറച്ചു കൊടുത്തു. എന്നിട്ട് അതിനെ മുട്ടൻ്റെ ഭാഗം എന്താ പറയുക ഉള്ളിക്കാവുന്ന രീതിയിലാക്കി കൊടുത്തിട്ട് ഈ 2 മൂലയും കൂടിയിട്ട് എടുത്തിട്ട് ഒട്ടിക്കേണ്ട ചെയ്തത്. ആദ്യമൊക്കെ ഒട്ടിച്ചതിൽ ചെറുമാതിരി മിസ്റ്റേക്കൊക്കെ വന്നിട്ട് പിന്നെ എടുത്തിട്ട് അത് ഒട്ടിക്കേണ്ട ചെയ്തത്. ഇതേപോലെ 4 ഭാഗം ഒട്ടിച്ച് വെച്ചുട്ടാ. അപ്പോൾ ഏകദേശം ഒരു പപ്സിൻ്റെ ഒക്കെ ഷേപ്പായിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മളിങ്ങനെ ഒട്ടിച്ച് വെച്ചത് പിന്നെ അത് അടർന്നു പോയിട്ട് പിന്നെ ശരിയാക്കി കേട്ടോ. പിന്നെ നമുക്കതിൻ്റെ ഒരു നാക്ക് മനസ്സിലായി. ഇതാ ഏകദേശം ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പപ്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് ബേക്ക് ചെയ്യണത് ഓവനിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഓവനിൽ ഞാൻ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. 250 ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചത്. അപ്പോൾ നമ്മൾ ഓവൻ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ ഓവനിലത്തെ ട്രേയിൽ നമുക്ക് ഈ പപ്സിനെ ഒക്കെ ഓരോന്നായിട്ട് വെക്കാം കേട്ടോ. ഇതിൻ്റെ മേലെ ഇനി വല്ല നെയ്യോ അല്ലെങ്കിൽ വല്ല മുട്ട ബീറ്റ് ചെയ്തതോ ഇതാക്കിയാൽ ഒരു ഗ്ലേസിങ് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ബ്രഷ് ചെയ്തെടുക്കണം, നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് ഓവനിൻ്റെ ആ ട്രേയിൽ ഓരോന്നാക്കി വെച്ചു. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ നെയ്യൊക്കെ പുരട്ടി കൊടുത്തത്. അപ്പോൾ നമ്മൾ ഓവണ് പ്രീ ഹീറ്റൊക്കെ കഴിഞ്ഞ് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ട്രയലിലേക്ക് വെച്ചെടുക്കാം കേട്ടോ. 250 ഡിഗ്രി സെൽഷ്യസിൽ ഞാനൊരു 30 മിനിറ്റാണ് കേട്ടോ ടൈം സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി അത്യാവശ്യം ക്രിസ്പിയൊക്കെ ആയിട്ടുള്ള രീതിയിൽ തന്നെ പപ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഫൈനൽ റിസൾട്ട് ഇതേപോലെയൊക്കെ ആയിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നെയ്യൊക്കെ ഒഴിച്ചപ്പോൾ നല്ലൊരു പ്രത്യേകതരം ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പപ്സൊക്കെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ആലോചിച്ചത്, നമ്മളിന്ന് ബീച്ചിൽ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായില്ലേ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും അരിനെല്ലിക്കൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് തന്നെ എടുത്തത് ഒരു മാങ്ങയുടെ പീസായിരുന്നു കേട്ടോ. അത്യാവശ്യം വലിയൊരു ക്വാണ്ടിറ്റി ഒക്കെ ഉള്ള ഒരു മാങ്ങയുടെ പീസായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് മുളകും പൊടിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചേട്ടൻ തന്നിട്ടുണ്ടായി. അപ്പോൾ ഞാനതൊന്ന് കഴിച്ച് നോക്കിട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് നല്ല ഇഷ്ടമുള്ളത് അരിനെല്ലിക്കായിരുന്നു കേട്ടോ. അരിനെല്ലിക്ക ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ, സി യു.